അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അല്ലാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അറബി അക്ഷരം വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം, കുട്ടികളുടെ മനസ്സിൽ അത് എങ്ങനെ വേഗം പതിപ്പിക്കാം, എങ്ങനെ അവർക്ക് ക്യാച്ച് ചെയ്യാം, അവർക്ക് എങ്ങനെ അത് വീണ്ടും ആവർത്തിച്ച് ഓർമ്മയിൽ വായിക്കാം എന്നുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ഉപയോഗിച്ചാൽ, ഇതുപോലെ ചെയ്താൽ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്കുണ്ടാകട്ടെ. 100% ഈ സമീപനങ്ങൾ പാലിച്ചാൽ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കാനും അവർക്കത് പകർത്താനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പലരും സൈക്കോളജിക്കലായും മനഃശാസ്ത്രമായിട്ടൊക്കെ പഠിക്കുന്നവരായിരിക്കും. പല രക്ഷിതാക്കൾക്കും വേണമെങ്കിൽ അധ്യാപകർക്കും ഈ സമീപനങ്ങൾ, പല സമീപനങ്ങൾ നമ്മൾ കുട്ടികൾ കൊണ്ടുവരണം. ഒന്നിലധികം സമീപനങ്ങൾ കൊണ്ടുവരണം. ഇവിടെ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കഥ നിങ്ങൾ കേട്ടു കാണും. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ ടീച്ചർ അക്ഷരങ്ങൾ പഠിപ്പിച്ചൊരു കഥ. വിശാലമായ കഥയാണ്. അതിൽ ഇത്രയേ പറയുന്നുള്ളൂ. കിണറിൽ നിന്നും ആ കുട്ടിയുടെ കൈകളിൽ വെള്ളമൊഴിച്ച് അതിന്റെ തണുപ്പും രുചിയും എല്ലാം ആസ്വദിപ്പിച്ച് അതിൽ വാട്ടർ എന്ന് WATTAR എന്നെഴുതി ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു കഥയുണ്ട്. സത്യത്തിൽ പല കാറ്റഗറിയിലുള്ളവരാണ് നമ്മുടെ കുട്ടികൾ. കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയവരാണ്. അള്ളാഹു അവരൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ നിറഞ്ഞവരെ, അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് സത്യത്തിൽ വലിയൊരു വിഷയമാണ്. ഇവിടെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. നിങ്ങൾ വീണ്ടും ഒരു കഥ കേട്ട് കാണും. ഒരു ഉമ്മയും മോളും പൂച്ചയ്ക്ക് മരുന്ന് കൊടുത്ത കഥ. പൂച്ചയ്ക്ക് വയ്യാതായി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒരു കുപ്പി മരുന്ന് കൊടുത്തു. ഉമ്മയും മോളും അത് ഗ്ലാസ്സിലാക്കി പൂച്ചയുടെ വായ തുറന്ന് അതിലേക്ക് ഒഴിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു. വായ തുറക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമായി സിറിഞ്ചിലാക്കി കുത്തി നോക്കാൻ ശ്രമിച്ചു. തള്ളിയിട്ടു. അങ്ങനെ ആ ഗ്ലാസ് നിലത്ത് വീണു. പക്ഷേ അവർ പല രീതിയിലും ശ്രമിച്ചിട്ടും പൂച്ച ആ മരുന്ന് കുടിച്ചില്ല. ആ ഗ്ലാസ് താഴെ വീണു. ആ മരുന്ന് നിലത്തായപ്പോൾ ആ പൂച്ച അതിനെ നക്കി കുടിച്ചു. ഈ കഥയുടെ ആശയം എങ്ങനെയാണ് കുട്ടികളെ ഇത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, വളരെ സിമ്പിളായി എളുപ്പത്തിൽ നമുക്കിത് പഠിപ്പിക്കാം. ആദ്യം പല സമീപനം, ഒന്നിലധികം രീതികൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത് എഴുതിപ്പിച്ചിട്ടൊന്നുമല്ല. അവർക്കതിന്റെ രൂപം ആവാഹിച്ചു കൊടുക്കുന്നു. പല രൂപങ്ങളിലായി കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോ ഉദാഹരണം, വിഷ്വലായി വീഡിയോ സഹിതം ആ കുട്ടികൾക്ക് അതിന്റെ രൂപം കണ്ടു മനസ്സിലാക്കി അങ്ങനെ പഠിക്കും. കാഴ്ചയിലൂടെ. ചില കുട്ടികൾക്ക് ഓഡിയോയിലൂടെ, ഓഡിറ്ററിയിലൂടെ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഓഡിറ്ററി, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, പല പാട്ടുകളും കുട്ടികൾ വളരെ വേഗത്തിലാണ് അവർ അത് മനഃപ്പാടമാക്കുന്നത്. ചെറിയ കുട്ടികൾ, 3-4 വയസ്സായ കുട്ടികളൊക്കെ
പുതുതായി ഇറങ്ങുന്ന പാട്ടുകൾ പെട്ടെന്ന് കാണാതെ പഠിക്കുന്നു, അവർ പാടിപ്പാടി നടക്കുന്നു. അതുപോലെ അവർ ഒരുപാട് റീൽസുകൾ കാണുന്നു. അതെല്ലാം അവർ വേഗം ഗ്രഹിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു, പിന്നീട് അവർക്ക് ഓർമ്മ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അറബി അക്ഷരമാലകളിലെ അക്ഷരങ്ങൾ ഓരോന്നായി അവർക്ക് വിഷ്വലായിട്ടും ഓഡിയോകളായിട്ടും പറഞ്ഞു കൊടുക്കാം, കേൾപ്പിച്ചു കൊടുക്കാം. പിന്നെ കിനസ്റ്റിക് എന്ന് പറയുന്ന ഫീലിംഗിലൂടെ ടച്ച് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു, വ്യത്യസ്ത ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ആ കുട്ടികൾക്ക് കണ്ണ്, ചെവി, കൈവിരലുകൾ ഇതെല്ലാം ഒരേ ബിന്ദുവിൽ, ഒരേ വിഷയത്തിൽ കേന്ദ്രീകരിപ്പിക്കാനും ടച്ച് ചെയ്ത് പഠിപ്പിക്കാനും ശ്രമിക്കുക. അങ്ങനെ അപ്പൊ അതിന് സ്പർശനങ്ങൾ കൊണ്ട് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ വേഗം പഠിക്കാൻ സാധിക്കും. അതിൽപ്പെട്ടതാണല്ലോ കാഴ്ചകള്, ഫീലിങ്സുകള്. പിന്നെ അവരുടെ മുന്നിൽ വ്യത്യസ്തപരമാവുന്ന പല കളറുകളുള്ള പേപ്പറുകളിൽ എഴുതി പേപ്പറുകൾ വെട്ടിയിട്ട് പഠിപ്പിക്കാം. അതുപോലെ സാൻഡ് പേപ്പറുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ അക്ഷരങ്ങള് ചാർട്ട് പേപ്പറുകൾ സെപ്പറേറ്റ് എഴുതി കട്ട് ചെയ്യാം. അതുപോലെ അക്ഷരങ്ങൾ എന്ത് ചെയ്യാം, കാർഡുകളാക്കി മാറ്റാം. ഇതൊക്കെ വ്യത്യസ്ത രൂപങ്ങളും രീതികളും ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠിപ്പിക്കാനും പെട്ടെന്ന് പഠിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ അക്ഷരമാലകൾ പാട്ട് രീതിയിൽ പഠിക്കാം. പിന്നെ ടോയ്സുകളിലാക്കി അത് സെപ്പറേറ്റ് ആക്കി അങ്ങനെ പഠിപ്പിക്കാം. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഒരു ക്ലാസ്സിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടാവും. നന്നായി പെട്ടെന്ന് പഠിക്കുന്നവർ, ഒന്നുകൂടി വിശദീകരിച്ച് പഠിക്കുന്നവർ, ഒന്നും കൂടി പിന്നോക്ക വിഭാഗം, അങ്ങനെ രീതിയിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് വേഗം മുന്നിലേക്ക് വരാനും വേഗം ഗ്രഹിക്കാനും ഇങ്ങനെയുള്ള മെത്തേഡുകൾ സാധിക്കും. അപ്പൊ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അവർ വേഗം നേരായി വരുന്നതും അത് നല്ല റിസൾട്ടും കാണാം. അതുപോലെ അവർക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറയാം. അക്ഷരങ്ങൾ ക്ലേകൾ ഉപയോഗിച്ച്, മണ്ണിന്റെ പൊടികൾ ഉപയോഗിച്ച്, മണലുകളൊക്കെ ഉപയോഗിച്ച്, അതുപോലെ വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് അക്ഷരങ്ങളെ വർക്കുകൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഈ അക്ഷരങ്ങളെ കളികളാക്കിയിട്ട് മാറ്റുക. അക്ഷരങ്ങളെ കളികളിലേക്ക് മാറ്റി വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. പല കളികളിലാക്കി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നും കള്ളികൾ വരച്ചിട്ടൊക്കെ അക്ഷരങ്ങൾ വേഗം ഗ്രഹിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അറബി അക്ഷരങ്ങള് പഴയ കാലങ്ങൾ പോലെ ഒരു ബോർഡിൽ എഴുതുകയോ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ സ്ലൈറ്റിലോ എഴുതിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രയാസമാണ്. അതിന് പല മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പസിൽസുകളാക്കിയിട്ട് ഒരക്ഷരത്തെ ഓരോരോ രീതിയിലാക്കി അതിനെ യോജിപ്പിച്ച് ഒരു ചിത്രം പോലെയാക്കുന്ന രീതി, ചിത്രങ്ങളിലൂടെ അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, രൂപീകരിക്കാൻ വേണ്ടി അവർക്ക് പല സാധനങ്ങൾ കൊടുത്ത് രൂപീകരിക്കാൻ വേണ്ടി, ഇപ്പൊ പയറുമണികളും വിത്തുകളും അല്ലെങ്കിൽ കളറുകളൊക്കെ കൊടുത്ത് രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വേഗം പഠിക്കാനുള്ള സാധിക്കുന്നതാണ്. അതുപോലെ അക്ഷരങ്ങളുടെ എഴുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്ഷരങ്ങൾ രൂപീകരണം ഈ വർഷം മുതൽ ഇറങ്ങിയ പുസ്തകം പ്രത്യേകിച്ച് കാണാം. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം, 1, 2 ഇങ്ങനെ പുള്ളി ഇങ്ങനെ എഴുതുന്ന രൂപം, അത് അവർക്ക് കൃത്യമായി വന്നാൽ, ഇപ്പൊ പല അക്ഷരങ്ങൾ കണ്ട കുട്ടികൾക്ക് തന്നെ അത് ആലോചിച്ച് ടെൻഷൻ വരും. അപ്പൊ ആ അക്ഷരങ്ങൾ എഴുതുന്ന രൂപം ഇന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇന്ന ഭാഗത്ത് അവസാനിക്കുന്നു, ഇന്ന ഭാഗത്ത് പുള്ളി ഇടണോ, ഇപ്പൊ ജീമൊക്കെ എഴുതാണെങ്കിൽ ഇന്ന ഭാഗത്ത്, അങ്ങനെ രൂപങ്ങളെ എന്ത് ചെയ്യാം, കാണിക്കാം. കുട്ടികളുടെ കാഴ്ചക്ക് കൈവിരലുകളുടെ മസിൽസ് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാം. ഒരു വസ്തുവുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മാലകൾ പഠിക്കുന്ന ആപ്പിൾ, അതുപോലെ ബാൾ, അതൊക്കെ നമുക്കും ഉപയോഗിക്കാം. ആപ്പിൾ ആദ്യത്തെ അക്ഷരം, ബാൽ ആദ്യത്തെ അക്ഷരം, ഇങ്ങനെ കണക്ട് ചെയ്ത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞു കൊടുത്ത് അതിലെ ആദ്യ അക്ഷരം ഈ അക്ഷരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കുട്ടികൾക്ക് അക്ഷരമാലകൾ, അറബി അക്ഷരങ്ങൾ വളരെ ലളിതമായി എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും.
പിന്നെ ഏത് അക്ഷരമാണെങ്കിലും ആ അക്ഷരത്തിന്റെ വ്യക്തമായ ഉച്ചാരണം, മഖ്റജ്, പ്രൊണൗൺസിയേഷൻ, സൗണ്ട് വ്യക്തതയോടുകൂടി കേൾപ്പിക്കുക, വ്യക്തതയോടുകൂടി പറയിപ്പിക്കുക, ആവർത്തിപ്പിക്കുക. അക്ഷരമായുള്ള പാട്ടുകൾ